ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ഒരു ഈവനിങ് വ്ളോഗ്, ഞാനും ചിന്നും മാത്രമുള്ള ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ചായ വയ്ക്കാം, ചായയോ കാപ്പിയോ എന്തെങ്കിലും വയ്ക്കാം. അപ്പോൾ നമുക്ക് ചായ വയ്ക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്താ പറയുക, കുറേ ഗ്യാപ്പ് എടുത്തിട്ടാണ് കേട്ടോ അതുപോലെ ഒരു വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ക്യാമറയുടെ മുന്നിൽ നോക്കി സംസാരിക്കാനായിട്ടൊക്കെ. അന്നൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ടച്ച് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എവിടെ നോക്കണമെന്ന് പോലും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, എവിടെയാണ് നോക്കേണ്ടത് എന്നൊക്കെ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ചായ ദിവസം ഞാൻ പൊടി എടുക്കട്ടെ കേട്ടോ. ചായ അല്ല കേട്ടോ, പാല് തിളച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കുറേ ജോലിയുണ്ട്. തുണി കഴുകി വെച്ചിട്ടുണ്ട്, അത് വിരിച്ചിടണം. ഇവിടെ ഹോളൊക്കെ ഭയങ്കര മിസ്സായിട്ട് കിടക്കുക. ടോയ്സ് എല്ലാം എന്താ പറയുക, പൊടി പിടിച്ച് ആകെ അഴുക്ക് പിടിച്ച് കിടക്കും. അപ്പോൾ കഴുകാനുള്ള ടോയ്സൊക്കെ എടുത്ത് മാറ്റി, പൊട്ടിയതൊക്കെ എടുത്ത് മാറ്റി വേറെ കവറിലാക്കണം. ഹരിതകർമ്മക്കാർ വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഇന്നൊരു ക്ലീൻ ചെയ്യുന്ന ഒരു ഈവനിങ് ആക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലി ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമുണ്ട്, എൻ്റെ എക്സസൈസും കാര്യങ്ങളും. വീണ്ടും അതിലേക്ക് തിരിക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊക്കെ ചെയ്യണം. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമൊക്കെ എടുക്കട്ടെ കേട്ടോ. ഞാൻ ചായയിൽ മധുരം ഇടാറില്ല കേട്ടോ. ചിലപ്പോൾ ഒക്കെ ഒരു എന്താ പറയുക, ഒരു തോന്നുകയാണെങ്കിൽ മറ്റേ ഡയാബറ്റിസിൻ്റെ ശർക്കര ഇട്ടിട്ട് ചായ കുടിക്കും. അല്ലെങ്കിൽ മധുരം ഇടത്തില്ല, മധുരം ഇടാതെ ചായ കുടിക്കുന്നത്. അപ്പോൾ ചായ റെഡിയാക്കുമ്പോൾ പിന്നെ ചായ കുടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചായ. ഒരു സൂത്രം കാണിച്ചില്ല കേട്ടോ. കുട്ടികളുള്ള എല്ലാ വീടുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും അല്ലേ? അതുപോലെ ഇവിടെയും വളരെ പരിതാപകരമാണ് അവസ്ഥ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഈ വീട്ടിലെ ഹോളിൻ്റെ കോലമെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീനിങ് ആണ് കേട്ടോ. അത് ഫുള്ള് ക്ലീൻ ചെയ്യണം. അവളുടെ സോഫ്റ്റ് ടോയ്സൊക്കെ എടുത്ത് കഴുകണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവളുടെ ഞാൻ ബാക്ക് ക്യാമിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ടോയ്സാണ് കേട്ടോ കിടക്കുന്നത് ഫുള്ള്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി വൃത്തിയാക്കണം. കണ്ടോ, വരച്ചിട്ടേക്കുന്നത്. ചുമരിൽ വരയ്ക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഡോറിൽ ചോക്ക് വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മാച്ച് കളയാലോ. അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, ടോയ്സ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് വൃത്തിയാക്കൽ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണ് ഈ തുമ്മി ഒരു പരുവായിട്ടുണ്ട്. എന്താ പറയുക, അതുപോലെ പൊടി ഉണ്ടായിരുന്നു എല്ലാം. ഈ പൊട്ടിയ ടോയ്സൊക്കെ ഒരു കവർ നിറച്ചും പൊട്ടിയ ടോയ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട്
വേസ്റ്റിൽ തള്ളി. എന്നിട്ട് എന്താ പറയുക, ഇതൊക്കെ ഇവിടെ ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം, ബാക്ക് ക്യാമറ കാണിച്ചുതരാം. ഇവിടെയൊക്കെ സോഫ്റ്റ് ടോയ്സൊക്കെ വയ്ക്കാനുണ്ട് കേട്ടോ. ഞാനതെല്ലാം കഴുകി ഇവിടെയൊക്കെ ഇനി ഇതിപ്പോൾ ഉള്ള പണിയാട്ടോ. അതൊക്കെ താഴെ ഇട്ടേക്കുന്നത്. ഇനി തുടക്കുകയൊക്കെ ചെയ്യണം. ഇത്രയും സോഫ്റ്റ് ടോയ്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകിയിട്ട് ഇനി ഇതെല്ലാം നാളെ വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കിയിട്ട് ഞാനിതൊക്കെ അടുക്കി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടി പണിയുണ്ട് എനിക്ക്. തുണി കുറച്ച് വിരിച്ചിടാനുണ്ടെന്നൊക്കെ പറഞ്ഞില്ല. ഇപ്പോൾ തന്നെ സമയം 7:30 ഇനി മേളിൽ പോയിട്ട് തുണി വിരിച്ചിടണം. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പൊടിയൊക്കെ അടിച്ചിട്ട് ഇവിടെയൊക്കെ ചൂറിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം. കുറച്ചൊരു എക്സസൈസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത പണിയിലേക്ക് കിടക്കട്ടെ. ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്കും വയ്യ. തന്നെ കൊണ്ട് പറ്റണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ മേളിൽ തുണി വിരിച്ചിടാൻ പോവാ. എവിടെ പോവാ? തുണി വിരിക്കാൻ. പോവാം, നടക്ക്. ആണോ? ശരി, നടന്നു. കയ്യിലെന്താ? പൂരാ കുരുട്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും മേളിൽ തുണി വിരിച്ചിടാൻ പോകുന്നത്. ഞാൻ എൻ്റെ മുന്നത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. കയറി കുരുട്ടാണ്. അതുകൊണ്ട് കിട്ടൂല കേട്ടോ. ബാക്കിലാണ്ടോ അവിടെ തുണി വിരിച്ചത്, അവിടെ കിട്ടൂല. അയ്യോ, വെള്ളം എടുത്തില്ല, താഴെയാ. ഓ, മറന്നുപോയി. എക്സസൈസ് നമ്മൾ താഴെ നിന്നല്ല ചെയ്തത്, അതുകൊണ്ടാണ്. അപ്പൊ പോവാട്ടോ, വേഗം തുണി വിരിക്കാം. ആ ശരി പോയി എടുക്കാം. ഇത്ര ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇന്ന്. ഞങ്ങളുടെ എൻ്റെ മൈലേജ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണും കൂടി ഞെക്കണം. എന്നാലല്ലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ 1K സബ്സ്ക്രൈബേഴ്സായിട്ട് എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ആരുമില്ല സത്യം പറഞ്ഞു ഞാൻ ചെയ്യുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നും എടുക്കാനുള്ള ആരോഗ്യമില്ല. കാരണം അത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തുമ്മി ഒരു പരിപാടിയല്ലേ ചെയ്യുന്നത് നമ്മള്. കളഞ്ഞില്ല, അത് ഇത്രയേ ഉള്ളൂ. പോയി കഴുകിയപ്പോ പോയി. അമ്മ കുളിച്ചപ്പോ പോയടാ. മൈലാഞ്ചൊക്കെ പോയി, സ്റ്റാൻഡ് കിട്ടല്ലേ. അപ്പൊ ടാറ്റ പറ. ഉമ്മ പറ. ബൈ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങള് പെട്ടെന്ന് വരാം അല്ലേ? ഓക്കെ.